ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോണിൻ്റെ കോൾ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഫോണിൽ അതിൻ്റെ സെറ്റിങ്സ് ഓൾറെഡി എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും. ആ സെറ്റിങ്സ് നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിൽ കിട്ടും. പക്ഷേ എങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൾ റെക്കോർഡ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത വല്ല കോൾസ് വാട്സപ്പിൽ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻറ്റ് കോളാണെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാനോ അവരെന്താ പറഞ്ഞതെന്ന് പിന്നെ കേൾക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമുക്കത് വാട്സപ്പിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ആപ്പിൻ്റെ പേര് ആപ്പ് കോൾ റെക്കോർഡ് എന്നാണ്. ഞാൻ ജസ്റ്റ് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വരും. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് ഒരു ആരോ മാർക്ക് പോലെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കൊടുക്കുക. എല്ലാം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഗ്രി ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പെർമിഷൻ എനേബിൾ ആക്കി കൊടുക്കണം. ജസ്റ്റ് പെർമിഷനും എനേബിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കണം. എല്ലാ പെർമിഷനും ഫോണിൻ്റേതായിട്ടുള്ള എല്ലാ പെർമിഷനും നമ്മളത് ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ പെർമിഷനും എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. കോൾ റെക്കോർഡ്, വാട്സപ്പ് കോൾ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ വരും. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. ആ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ലൈന് കാണാൻ പറ്റും. ആ ലൈൻ എടുക്കുക. ഓഡിയോ സോഴ്സ് എടുക്കുക. ഓഡിയോ സോഴ്സിൽ വോയിസ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ അതിൽ നമ്മൾ ആ ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ക്യാൻസൽ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫോൺ വിളിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫോണിൽ നിന്ന് ഇതിലേക്ക് ജസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ വാട്സപ്പിലേക്ക് ജസ്റ്റ് കോൾ ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ആപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് കോൾ ആണെങ്കിൽ ആ കോൾ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആപ്പ് കോൾ റെക്കോർഡ് എന്നൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചതൊക്കെ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സേവ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവും അത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക വെച്ചാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരമാവട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.